ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ആകുമ്പോൾ വലിയ വിലയ്ക്ക് 4-5 ഇരട്ടി വിലയ്ക്ക് വിൽക്കുന്ന, അത് തന്നെയാണ് കരിഞ്ചന്ത എന്ന് പറയുന്നത്. സാധനം പൂഴ്ത്തിവെച്ചിട്ട് ഏറ്റവും കൂടുതൽ മാർക്കറ്റിൽ വില കൂടുന്ന സമയത്ത് വിൽക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. ഇതൊന്നും നിയന്ത്രിക്കാനുള്ള ഒരു ഇടപെടലും ഗവൺമെന്റ് നടത്തുന്നില്ല. ഇനിയിപ്പോ ഈ യുക്രൈൻ യുദ്ധത്തിന്റെ ഭാഗമായി അതും തെരഞ്ഞെടുപ്പ് 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിൻ്റെയും പശ്ചാത്തലത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി കേന്ദ്ര ഗവൺമെന്റ് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിപ്പിക്കാതിരിക്കുകയാണ്. ഇനി ആ വില വർധനവ് ഉണ്ടാകും എന്ന് മാർക്കറ്റ് പ്രതീക്ഷിക്കുകയാണ്. ആ വില വർധനവും കൂടി വലിയ തോതിൽ, ഇപ്പൊ തന്നെ വലിയ തോതിലാണ് വില, വലിയ തോതിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മാർക്കറ്റിന് അതിൻ്റെ ഏറ്റവും വലിയ ഇര ആയി മാറാൻ പോകുന്നത് നമ്മുടെ സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനം ഉപഭോക്തൃ സംസ്ഥാനമാണ്. ഈ സംസ്ഥാനം അപകടകരമായ നിലയിലേക്ക് പോകും. അതിനു വേണ്ടിയിട്ടുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും മാർക്കറ്റിൽ ഇടപെടലുകളും സർക്കാർ നടത്തണം എന്ന് സർക്കാരിനെ ജാഗരൂകരാക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഞങ്ങൾ ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിച്ചത്. സബ്മിഷനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം, ഇന്നലെ ലോ കോളേജിൽ നടന്നത് ക്രൂരമായ ഒരു ആക്രമണമാണ്. KSUവിൻ്റെ യൂണിറ്റ് പ്രസിഡന്റ് സഫ്ന യാക്കൂബിനെ ചവിട്ടി വീഴ്ത്തി വലിച്ചഴച്ച് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ വിഷ്വൽസ് പുറത്തു വന്നിരിക്കുകയാണ്. ഇന്നലെ രാത്രി അവരെ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മെഡിക്കൽ കോളേജിലും അവരെ ആക്രമിച്ചു. കുട്ടികളെ രാത്രി 12:30 6-7 കുട്ടികൾ താമസിക്കുന്ന, അവരുടെ വീടെടുത്ത് താമസിക്കുന്ന സ്ഥലത്ത് പോയി ആക്രമിച്ച് തേപ്പ് പൊട്ടി വെച്ച് തലക്കടിച്ച് ഒരു കുട്ടി ബോധരഹിതനായിട്ടാണ് ആശുപത്രിയിൽ പ്രവേശിച്ചത്. 7 പേർക്കാണ് പരിക്ക് രാത്രിയിലത്തെ സംഭവത്തിൽ. വ്യാപകമായി SFIക്കാർ അഴിഞ്ഞാടുകയാണ്. ഇന്നലെ തന്നെ നഗരത്തിൽ ഒരു IT ഉദ്യോഗസ്ഥനെയും മകനെയും ക്രൂരമായി ആക്രമിച്ചു ഒരു SFI നേതാവ്. അയാൾ ഇതിനു മുൻപ് ഒരു അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം മേടിക്കാൻ പോയ ഒരു കോൺഗ്രസ് പ്രവർത്തകനെ വരിയിലിട്ട് തല്ലി അയാൾ ഉറക്കെ നിലവിളിക്കുന്ന ആ ശബ്ദം സ്വന്തം ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്ത നേതാവാണ്. അത് വീണ്ടും പോയിരിക്കുകയാണ്. ഇന്നലെ കട്ടപ്പനയിൽ അവിടെ ഗായത്രി എന്ന് പറയുന്ന പെൺകുട്ടിയെ ക്രൂരമായി ആക്രമിച്ചു. കട്ടപ്പന ഗവൺമെന്റ് കോളേജ്. തിരൂരിൽ പെൺകുട്ടി ആക്രമിക്കപ്പെട്ടു. ഇതിനു മുമ്പ് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ AISFന്റെ സംസ്ഥാന ഭാരവാഹിയായ പെൺകുട്ടി ക്രൂരമായി ആക്രമിക്കപ്പെട്ടു. ഇതിലൊന്നും ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നില്ല. SFIക്കാരെയും ഗുണ്ടകളെയും കണ്ടാൽ തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് കേരളത്തിൽ മാറിയിരിക്കുകയാണ്. ഇവർ ഗുണ്ടായിസമാണ്. എല്ലായിടത്തും ക്രൂരമായ മർദ്ദനമാണ്. നിങ്ങൾക്കറിയാം, കായംകുളം MSM കോളേജിൽ, ശാസ്താംകോട്ട കോളേജിൽ, ചവറ ഗവൺമെന്റ് കോളേജിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒരു സാധ്യതകൾ KSU ജയിക്കാനോ അല്ലെങ്കിൽ KSUവിന് അനുകൂലമായൊരു സംഭവം ഉണ്ടായ സ്ഥലത്തെല്ലാം ക്യാമ്പസിലെ SFIയുടെ അക്രമത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്.